കേരളത്തിലെ റോഡുകളിൽ ചുവപ്പും മഞ്ഞയും നിറത്തിൽ ഇരമ്പിപ്പായുന്ന ആനവണ്ടി വെറുമൊരു വാഹനമല്ല, മറിച്ച് മലയാളിയുടെ വൈകാരികതയുടെ ഭാഗം കൂടിയാണത്. എന്നാൽ ഒരു ഗതാഗത സംസ്കാരത്തെ വൈകാരികതയുടെ മാത്രം കണ്ണിലൂടെ കാണാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു ദുരന്തത്തിന് കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുഗതാഗതം എന്നാൽ KSRTC മാത്രമാണെന്ന തെറ്റായ ബോധ്യം ഭരണകൂടത്തിനും പൊതുജനത്തിനും ഒരുപോലെ വേരോടിയതോടെ സംസ്ഥാനത്തിൻ്റെ യാത്രാ സംവിധാനത്തിൻ്റെ യഥാർത്ഥ നട്ടെല്ലായിരുന്ന വിശാലമായ പൊതുഗതാഗത ശൃംഖല നിശബ്ദമായി തകർക്കപ്പെടുകയായിരുന്നു. കെടുകാര്യസ്ഥതയുടെയും അശാസ്ത്രീയമായ യൂണിയൻ രാഷ്ട്രീയത്തിൻ്റെയും പിടിയിലമർന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ താങ്ങി നിർത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ തന്നെ സാധാരണക്കാരൻ്റെ യാത്രാ സ്വാതന്ത്ര്യമാണ് നിരത്തുകളിൽ ഇല്ലാതാകുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ കേരളത്തിലെ ജനസംഖ്യയിൽ 11% വർധനവുണ്ടായിട്ടും വർദ്ധിച്ച ഈ ജനസഞ്ചയത്തിന് അനുയോജ്യമായ രീതിയിൽ ഗതാഗത സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിന് പകരം നിലവിലുണ്ടായിരുന്നവ പോലും തകർക്കുന്ന നയങ്ങളാണ് ഇവിടെ നടപ്പിലാക്കപ്പെട്ടത്. 2 പതിറ്റാണ്ട് മുമ്പത്തെ കേരളത്തിൻ്റെ യാത്രാചിത്രം ഇതിനേക്കാൾ എത്രയോ ആശ്വാസകരമായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. 2005 കണക്കുകൾ പ്രകാരം കേരളം ബസ്സുകളെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ആശ്രയിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. അന്ന് പ്രതിദിനം 1.25 കോടിയോളം ജനങ്ങൾ തങ്ങളുടെ തൊഴിലിടങ്ങളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എത്തുന്നതിനായി പൊതുഗതാഗതത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ വ്യവസ്ഥയുടെ ചാലക ശക്തിയായി വർത്തിച്ചിരുന്നത് ഏകദേശം 27,500ഓളം വരുന്ന സ്വകാര്യ ബസ്സുകളായിരുന്നു. ആകെ യാത്രക്കാരുടെ 62%, അതായത് 80 ലക്ഷത്തോളം പേർ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചാണ് തങ്ങളുടെ ദൈനംദിന ജീവിതം ക്രമീകരിച്ചിരുന്നത്. അതേസമയം KSRTCയുടെ 5000ഓളം ബസ്സുകൾ 21% യാത്രക്കാരെ മാത്രമാണ് വഹിച്ചിരുന്നത്. ചുരുക്കത്തിൽ അന്ന് കേരളത്തിൽ 83% ജനങ്ങളും കൃത്യമായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന സർക്കാർ മേൽനോട്ടമുള്ള ഒരു സംഘടിത പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം ഭയാനകമാം വിധം മാറിയിരിക്കുന്നു. 2026 എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ പൊതുഗതാഗതത്തിന്റെ അടിസ്ഥാന ഘടന തന്നെ തകിടം മാറി മറിഞ്ഞിരിക്കുകയാണ്. ആകെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകാതെ 1.5 കോടിയിൽ താഴെയായി നിൽക്കുമ്പോഴും ഈ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2005 27,500 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് അവയുടെ എണ്ണം വെറും 8,000 ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് 70% ബസ്സുകൾ സർവീസ് അവസാനിപ്പിച്ചു. എന്നിരുന്നാലും ഇന്നും പകുതിയോളം യാത്രക്കാർ ഈ പരിമിതമായ സ്വകാര്യ ബസ്സുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത് എന്നത് ഈ മേഖലയുടെ പ്രസക്തി ഇപ്പോഴും എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നു. മറുവശത്ത് KSRTC ബസ്സുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് വരുത്താൻ സർക്കാരിന് സാധിച്ചതുമില്ല. വൻതോതിലുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടും KSRTCയിലെ യാത്രക്കാരുടെ എണ്ണം 23 ലക്ഷമായി കുറയുകയാണ് ചെയ്തത്. ഇത് സൂചിപ്പിക്കുന്നത് കോർപ്പറേഷനെ സംരക്ഷിക്കാനായി സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിച്ച സർക്കാർ നയങ്ങൾ ബലത്തിൽ പൊതുഗതാഗതത്തിൽ നിന്നുള്ള ജനങ്ങളുടെ കൊഴിഞ്ഞുപോക്കിനാണ് വഴിവെച്ചത് എന്നാണ്. വലിയ ബസ്സുകൾ റോഡുകളിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ ഉണ്ടായ വലിയ ശൂന്യത നികത്തിയത് ഷെയർ വാനുകളും അതുപോലെ ജീപ്പുകളും ടൂറിസ്റ്റ് ബസ്സുകളുമാണ്. നിയമപരമായ പല ഇളവുകളും ഉപയോഗിച്ചും അല്ലാതെയും ഓടുന്ന ഇത്തരം സമാന്തര സംവിധാനങ്ങൾ ഇന്ന് KSRTCയേക്കാൾ കൂടുതൽ യാത്രക്കാരെ വഹിക്കുന്നുണ്ട്. 20 വർഷം മുമ്പ് വെറും 18,000 ഇത്തരം ചെറിയ വാഹനങ്ങൾ ഇന്ന് 44,000 കടന്നിരിക്കുന്നു. സ്കൂൾ ബസ്സുകളുടെ എണ്ണത്തിലുണ്ടായ 3 ഇരട്ടി വർധനവും ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ അന്തർ സംസ്ഥാന പാതകളിലും അതുപോലെ സംസ്ഥാനത്തിനകത്തെ ദീർഘദൂര റൂട്ടുകളിലും 10,000ഓളം സ്വകാര്യ ലക്ഷറി ബസ്സുകൾ ഇന്ന് സജീവമാണ്. KSRTCക്ക് ആവശ്യമായ സർവീസുകൾ കൃത്യസമയത്ത് നടത്താൻ കഴിയാത്തതും സ്വകാര്യ ബസ്സുകൾക്ക് ദീർഘദൂര റൂട്ടുകളിൽ പെർമിറ്റ് നിഷേധിച്ചതും കാരണം സാധാരണക്കാർ ഉയർന്ന ചാർജ് നൽകി ഇത്തരം സംവിധാനങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പൊതുഗതാഗതത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് പകരം അരാജകത്വത്തിനാണ് വഴിയൊരുക്കിയത്. കേരളത്തിലെ പൊതുഗതാഗതം പരാജയത്തിന്റെ ഏറ്റവും വലിയ വിശ്വരൂപം നമ്മുടെ റോഡുകളിലെ സ്വകാര്യ വാഹനങ്ങളുടെ അനിയന്ത്രിതമായ പെരുപ്പമാണ്. പൊതുഗതാഗത സംവിധാനം വിശ്വസിക്കാൻ കൊള്ളാത്തതാകുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും സ്വന്തം വാഹനങ്ങളെ ആശ്രയിക്കും. 2005 വെറും 6.5 ലക്ഷം കാറുകൾ മാത്രം ഉണ്ടായിരുന്ന കേരളത്തിൽ ഇന്ന് 40 ലക്ഷത്തോളം കാറുകളുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണം 1.25 കോടിയോളമായി വർദ്ധിച്ചു. ഇത് കേവലം ജനങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിന്റെ മാത്രം ലക്ഷണമായി കാണാനാവില്ല. മറിച്ച് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താൻ പൊതുഗതാഗതം സഹായിക്കാത്തതുകൊണ്ട് കടം വാങ്ങിയും ലോൺ എടുത്തും സാധാരണക്കാരൻ സ്വന്തം വാഹനം വാങ്ങാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ അതിനെ ഒരു ഗതികേടെന്നൊക്കെ നമുക്ക് പറയാം. ഓരോ കുടുംബത്തിൻ്റെയും സാമ്പത്തിക ഭദ്രതയെ ഇത് ബാധിക്കുന്നു എന്ന് മാത്രമല്ല, പരിമിതമായ റോഡുകളിൽ വൻതോതിലുള്ള ഗതാഗത കുരുക്കിനും അന്തരീക്ഷ മലിനീകരണത്തിനും ഇത് കാരണമാകുന്നു. ഒരു ബസ്സിന് പകരം നിരത്തിലിറങ്ങുന്ന 50 കാറുകളും 100 ബൈക്കുകളും സൃഷ്ടിക്കുന്ന വിപത്ത് ചെറുതല്ല. ഈ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന വില്ലൻ കാലഹരണപ്പെട്ട സർക്കാർ നയങ്ങളും ട്രേഡ് യൂണിയൻ താൽപ്പര്യങ്ങളുമാണ്.
KSRTCയെ സംരക്ഷിക്കാനെന്ന പേരിൽ സ്വകാര്യ ബസ്സുകൾക്ക് പുതിയ പെർമിറ്റുകൾ നൽകാതിരിക്കുകയും നിലവിലുള്ള ലാഭകരമായ റൂട്ടുകളിൽ നിന്ന് അവരെ ഒഴിവാക്കുകയും ചെയ്തത് തിരിച്ചടിയായി. സർക്കാരിൻ്റെ ശ്രദ്ധയും സാമ്പത്തിക സഹായങ്ങളും വെറും 17% യാത്രക്കാരെ മാത്രം വഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ ബാക്കി 83% വരുന്ന ഭൂരിപക്ഷത്തിൻ്റെ യാത്രാ സൗകര്യങ്ങളാണ് അവഗണിക്കപ്പെടുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത ഇത്തരം തീരുമാനങ്ങൾ മൂലം സ്വകാര്യ ബസ്സുകൾ ഈ രംഗം വിട്ടുപോവുകയും ആ വിടവ് നികത്താൻ KSRTCക്ക് കഴിയാതെ വരികയും ചെയ്തതോടെ കേരളം ഗതാഗതപരമായി ഒറ്റപ്പെടുകയായിരുന്നു. ലാഭനഷ്ട കണക്കുകൾക്കപ്പുറം ജനങ്ങൾക്ക് നൽകേണ്ട ഒരു സേവനമെന്ന നിലയിൽ പൊതുഗതാഗതത്തെ കാണുന്നതിൽ ഗതാഗത വകുപ്പ് പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരും. പൊതുഗതാഗതം എന്നത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനുള്ള മൗലികമായ ഒരു സേവനമാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ താങ്ങി നിർത്താൻ വേണ്ടി ചുറ്റുമുള്ള ചെറുവള്ളങ്ങളെയെല്ലാം മുക്കിക്കൊല്ലുന്ന ഒരു രീതി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. KSRTCയെ ആധുനികവൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംയോജിത ഗതാഗത നയമാണ് കേരളത്തിന് ആവശ്യം. ചില പ്രത്യേക താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം റോഡിലിറങ്ങുന്ന ഓരോ യാത്രക്കാരൻ്റെയും സമയവും പണവും വിലപ്പെട്ടതാണെന്ന് സർക്കാർ തിരിച്ചറിയണം. സമാന്തര സർവീസുകളെയും സ്വകാര്യ വാഹനങ്ങളുടെ പെരുപ്പത്തെയും നിയന്ത്രിക്കണമെങ്കിൽ ശക്തവും വിശ്വസനീയവുമായ ഒരു പൊതുഗതാഗത ശൃംഖല അനിവാര്യമാണ്. ഇനിയും കണ്ണടച്ചിരുന്നാൽ കേരളം ഒരു വലിയ ഗതാഗത കുരുക്കിലായി സ്തംഭിക്കുന്ന കാലം വിദൂരമല്ല. ജനപക്ഷത്തു നിന്നുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായാൽ മാത്രമേ കേരളത്തിന് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.